ഇന്ത്യയിൽ 23 IITs ആണുള്ളത്. ഈ 23 IITസും ഈക്വലി അടിപൊളിയാണോ? അല്ല. ചില IITs ഭയങ്കര അടിപൊളിയാണ്, ചിലത് ഓക്കെ, ചിലത് അത്ര പോരാ. ചില IITs NITനേക്കാളും താഴെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് സാർ ഈ ബെസ്റ്റ് IITs എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വന്നൊരു സംശയമായിരിക്കും. അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. അതിന് ഉത്തരം കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനു മുൻപ് എന്താണ് ഈ IIT, എന്താണ് ഈ JEE, എന്തിനാണ് ഈ IITനെ പറ്റി ഇത്രയും പറയേണ്ട ആവശ്യം, വലിയ കാര്യമുള്ള കാര്യമാണോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഇട്ടതാ ഈ ഒരു വീഡിയോ പോയി കാണാം. അതിൽ കംപ്ലീറ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ JEEക്ക് വേണ്ടി പഠിക്കണം, IITയിൽ കയറണം, അല്ലെ NITയിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് 1 year JEE കോച്ചിങ് നമ്മൾ ഇതിൽ തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും, എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പാക്ഡ് ആയിരിക്കും. ഓക്കെ, റെഡി? നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സാർ, ഏതാണ് ബെസ്റ്റ് IITs? 23 IITസിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 3 കാറ്റഗറി അഥവാ 3 ടിയർ ആയിട്ട് നമ്മൾ തിരിക്കാം. ഫസ്റ്റ് Tier 1, ഏറ്റവും ഹൈ ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് IITs. ഇവിടെയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പോലെ 20 lakhs ആവറേജ് പാക്കേജും അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ 1 crore, 2 crore, 3 crore ഒക്കെ പാക്കേജ് ഒക്കെ വരുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞാൽ സാലറി കിട്ടുന്ന, സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന കുട്ടികളൊക്കെ വരാൻ പോകുന്നത് ഇവിടുന്നാണ്. പിന്നെ Tier 2 ഉണ്ട്. Tier 2 എന്ന് പറഞ്ഞാൽ സാർ മോശമല്ല. ഈ IITസിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. റാങ്കിങ്ങിലും പ്ലേസ്മെന്റ്സിലും എല്ലാത്തിനും നമ്മൾ തൊട്ട് താഴെ ആയിരിക്കും നിൽക്കുന്നത്. ഒരിക്കലും മോശം വരില്ല. ആൻഡ് Tier 3 കുറച്ചും കൂടി പുതിയ IITs ആണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം നിങ്ങൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഈ Tier 1 ആണ് ആദ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന IITs, ആദ്യം എസ്റ്റാബ്ലിഷ്ഡ് IITs. Tier 2 എന്ന് പറഞ്ഞാൽ പിന്നീട് എസ്റ്റാബ്ലിഷ്, കുറച്ചുകൂടി റീസെന്റ് ആണ്. Tier 3 എന്ന് പറഞ്ഞാൽ വളരെ റീസെന്റ് ആണ്. ഇതിൽ പല IITസും IIT പാലക്കാടൊക്കെ വളരെ റീസെന്റ് ആയി വന്നതാണ്. ഏറ്റവും പഴകിയതാണ് പൊതുവെ ഏറ്റവും അടിപൊളിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ IITയിലേക്ക് എത്തുന്ന സമയത്തേക്ക് എന്താണ് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ Tier 1, 2ലുള്ള കുറച്ച് IITs ഒക്കെ Tier 1ലേക്ക് അപ്പത്തേക്ക് വന്നിട്ടുണ്ടാവും. Tier 3 എന്ന് പറയാൻ Tier 2ലേക്ക് വന്നിട്ടുണ്ടാവും. Tier 1 സാർ തിരിച്ചു പോകും, പൊതുവെ ചാൻസ് ഇല്ല. പക്ഷെ എല്ലാ IITസും അപ്ഗ്രേഡ് ആയി വരും. ഇനി Tier 1ൽ നോക്കുകയാണെങ്കിൽ IIT മദ്രാസ് ഉണ്ട്, IIT ബോംബെ ആണ് ഏറ്റവും ബെസ്റ്റ് ആയി കണക്കപ്പെടുന്നത്. പക്ഷെ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും കേട്ടോ. IIT ഡൽഹി, ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് ഫൗണ്ടേഴ്സ് വരുന്നത് IIT ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ സ്റ്റാർട്ടപ്സ് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ IIT ഡൽഹി നിങ്ങൾക്ക് പിടിക്കാം. മാത്രമല്ല ബിറ്റ്സ് പിലാനിയും പിടിക്കാം. അവിടുന്ന് കുറേ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുന്നുണ്ട്. കാരണം അങ്ങനത്തെ നെറ്റ്വർക്കാണ് അവർക്കുള്ളത്. കാരണം കുറേ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അവിടുന്ന് വന്നതുകൊണ്ട് തന്നെ ആ കോളേജിൽ മുൻപ് പഠിച്ച അലുമിനസ് അഥവാ അലുമിനയൊക്കെയാണ് ഈ വലിയ സ്റ്റാർട്ടപ്സ് കണ്ടുപിടിച്ചത്. അപ്പം നിങ്ങൾക്ക് ആക്സസ് കിട്ടും അവരായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താണ് ഫണ്ടിങ്ങും കാര്യങ്ങളും, ഫണ്ടിങ് മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. IIT ഡൽഹി നോക്കി വെച്ചോ. IIT കാൺപൂർ ബെസ്റ്റ് സ്ഥലം. IIT ഖരഗ്പൂർ അടിപൊളി. IIT റൂർക്കി എൻ്റെ IIMൽ ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്ന മനുഷ്യൻ IIT റൂർക്കിയിൽ നിന്നായിരുന്നു. ഒരു സമയത്ത് ആ മൂപ്പരായിരുന്നു ഉള്ളത്, വേറെ സമയത്ത് IIT കാൺപൂരിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ഒരാളായിരുന്നു. വേറെ ലെവൽ ആൾക്കാരാണ്. നിങ്ങളും അങ്ങനെ വേറെ ലെവലാണെന്ന് തോന്നുകയാണ്, ഒന്നും ആലോചിക്കാനില്ല. നേരെ ബസ് പിടിച്ചോ. ബസ് പിടിക്കാൻ പറഞ്ഞാൽ പഠിക്കണ ബാച്ചിൽ ജോയിൻ ചെയ്യാം. IIT ഗുവാഹട്ടി, എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, IIMൽ പഠിച്ചാണ്. IIT ഗുവാഹട്ടിക്ക് ശേഷമാണ് IIMൽ പഠിച്ചത്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നമ്മുടെ ഈ IIMൽ പഠിക്കുന്ന സമയത്ത് ഈ ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് നമുക്ക് ഓരോ കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില കമ്പനീസ് ഇങ്ങനെ എക്സാം വെക്കും. എക്സാം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അസസ്മെന്റ്സ് ആയിരിക്കും, ലോജിക്കൽ റീസണിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് ചെയ്യുക. കാരണം ആ എക്സാം എഴുതിക്കൊണ്ടൊന്നും നിങ്ങൾക്ക് ജോലി കിട്ടില്ല. പക്ഷെ അത് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ പോലെയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ മൂപ്പരായിരുന്നു. കാരണം ഭയങ്കര ഫാസ്റ്റാണ്, തിങ്കിങ് ഒക്കെ വേറെ ലെവലാണ്. അപ്പോൾ IIT ഗുവാഹട്ടി പഠിച്ചാണ്. IIT ഹൈദരാബാദ് അടിപൊളിയാണ്. IIT ഹൈദരാബാദിന് പ്രത്യേകത ഈ Tier 1 ലാസ്റ്റൊക്കെ ആണെങ്കിലും IIT ഹൈദരാബാദിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞ ഒരു ഡയറക്റ്റ് എൻ്റെ ഫ്രണ്ട് അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്. ആ ഫ്രണ്ട് IIT ഹൈദരാബാദിൽ പഠിച്ചത്, മൂപ്പര് M.Tech ആണ് പഠിച്ചത്. ആ മൂപ്പരുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് IIT ഹൈദരാബാദിൽ ഈ AI എന്ന് പറഞ്ഞ കോഴ്സ്. ഭയങ്കര ഹൈലി ഡിമാൻഡുള്ള കോഴ്സാണ്. പലരും ഈ IIT കാൺപൂരിലെ കോഴ്സ് വരെ വിട്ടിട്ട് IIT ഹൈദരാബാദിലെ AI കോഴ്സിനൊക്കെ പോകാറുണ്ട്. കാരണം ഫ്യൂച്ചറിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പ്രോപ്പർ AI കോഴ്സാണ്. അപ്പോൾ ഈ പുള്ളി എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്, എൻ്റെ അലൻ സാറിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ടില്ല. അപ്പം അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് Tier 1. Tier 2ൻ്റെ എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ മനസ്സിൽ പേരൊക്കെ കിടന്നോട്ടെ, ഒരു ഐഡിയ ഉണ്ടാവണല്ലോ. നാളെ IIT പാലക്കാട് നിൽക്കുമ്പോൾ അത് എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നും, IIT റോപ്പർ നിൽക്കുമ്പോൾ പട്ന നിൽക്കുമ്പോൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നും, IIT ബോംബെ കേൾക്കുമ്പോൾ എന്താണ് എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പഠിക്കാൻ ആഗ്രഹമുള്ള IIT എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ മെന്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഒരു ക്വിസ് ചോദിക്കാം. ഗൂഗിളിലും പോയി സെർച്ച് ചെയ്തോ, ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായ IIT
എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഓൾസോ IIT ജെയിനെ പറ്റി വേറെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും അതും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി വരും വീഡിയോസിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓൾസോ ഇതിനൊക്കെ പഠിക്കണം, നല്ലോണം കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് നമ്മുടെ JEE ബാച്ചിലൂടെ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.